കൊച്ചുമോനെ, നിനക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഇഞ്ചക്ഷൻ വെച്ചത് ഇവിടെയാണെങ്കിലും നിലവിളി കേട്ടത് അവിടെയാണല്ലോ. എടാ ചെറുക്ക, നിന്നെ ഇവിടെ ട്രിപ്പിന്റെ അടുത്തല്ലേ ഞാൻ? സിസ്റ്ററെ, ഈ ട്രിപ്പ് വർക്കാവുന്നില്ല. വേണ്ട, കണ്ട തുള്ളി തുള്ളിയായിട്ടേ മരുന്ന് വരുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ വലിക്കുമ്പോഴേ കൊറേ വരുന്നുണ്ട്. നീ എവിടെ പോയി കിടക്കുവായിരുന്നു? ഞാൻ ബ്രെഡ് കൊടുക്കാൻ പോയി. നിന്നെക്കുള്ള ബ്രെഡ് മുട്ട ഞാൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ടോ? ബ്രെഡ് അല്ല, ബ്ലഡ്. ബ്ലഡോ? കൊള്ളാം. നീ ഇവിടെ തല പൊട്ടി കിടന്നപ്പോ 2 കുപ്പി ബ്ലഡാ നിനക്ക് അടച്ചത്. സിസ്റ്ററെ, ബ്ലഡ് കൊടുക്കുന്നതാ ലാഭം. അതെന്താടാ? 1 കുപ്പി ബ്ലഡ് കൊടുത്താലേ 1 ഫ്രൂട്ടിയും 2 ബിസ്ക്കറ്റും കിട്ടും. അയ്യോ, എന്റെ ഫ്രൂട്ടിയും ബിസ്ക്കറ്റും കണ്ടിട്ടാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അമ്മക്ക് ഇത്ര സ്നേഹം ഇല്ല. അറിയോ? ഞാൻ ഉള്ളടത്ത് പോയി തെരഞ്ഞാലല്ല എന്നെ കാണൂ. അവിടെ എങ്ങനെ കേറിയിരിക്കും. അല്ല, എവന്റെ തല എങ്ങനെയാ പൊട്ടിയത്? അതൊന്ന് ഡിങ്കൻ ഡൈവ് ചെയ്തതാ. ഡിങ്കൻ ഡൈവ് ചെയ്താ എവന്റെ തല എങ്ങനെയാ പൊട്ടുന്നേ? അല്ല മോളെ, ഈ വെള്ളം അടിച്ച് വണ്ടൊക്കെ ഓടിക്കത്തില്ലേ, അതിന് ഇംഗ്ലീഷിൽ എന്താന്നൊരു പേര് പറയാലോ. അമ്മച്ചി, ഡ്രങ്കൻ ഡ്രൈവ്. ഡിങ്കൻ ഡൈവ്, ഡ്രങ്കൻ ഡ്രൈവ്, ഡിങ്കൻ ഡൈവ്, ഡ്രങ്കൻ ഡ്രൈവ്, ഡിങ്കൻ ഡൈവ്, ഡ്രങ്കൻ ഡ്രൈവ്, ഡിങ്കൻ ഡൈവ്. നിങ്ങളെ ചിങ്കാരി വേളം. ഇങ്ങനെയാണ് എന്റെ തല പൊട്ടിയത്. ഒരു സംശയം ചോദിക്കട്ടെ, നീ എന്തിനാ തലയും കുത്തി വീണത്? കാലൂത്തി വീഴാൻ പറ്റാത്തോണ്ട്. മക്കളെ വാ തുറക്ക്. മോനെ വാ തുറക്ക്. ഇതെന്തുവാ, ഒരു ശരീരത്തിൽ 2 തലയോ? സിസ്റ്റർ, ഇത് കടിച്ചിട്ടും പൊട്ടില്ല. ഇത് ഏത് തബിച്ച? അത് കടിച്ചു പൊട്ടിക്കാൻ ഗുളികയല്ല, നിന്നെ പനി നോക്കുന്ന തെർമോമീറ്ററാ. ടീച്ചർ എന്ന് പറഞ്ഞിട്ട് സാധനം ഇത്രയല്ലേ ഉള്ളൂ. ദൈവമേ, നീ തോടെ ഇങ്ങനെ തിരിക്കുന്നേ? ഇവിടുത്തെ 2 പല്ലില്ലാത്തോണ്ട് എനിക്ക് നാണ്. നിങ്ങളുടെ മോനെ അനുസരണ എന്ന് പറഞ്ഞ സാധനമില്ല. എന്റെ പൊന്നുമോളെ, ഈ ചെറുക്കിന് വീട്ടിലൊന്നുമില്ല, എന്ത് ചെയ്യാനാ? ഓ, നീ തോടെ ഡാൻസ് കളിക്കുന്നു? ഡാൻസ് അങ്ങനെയല്ല സിസ്റ്ററെ. Let's go, I am a disco dancer. I am a disco dancer. നാളെയിലെ പെണ്ണുമ്പിള്ള നിങ്ങൾക്ക് ഇവിടെ കിടന്നിട്ടുള്ള ഒന്നുമില്ലെങ്കിൽ ഇതൊരു ആശുപത്രിയല്ലേ? അല്ല, ഡോക്ടർ മൂത്രത്തിന്റെ ടെസ്റ്റ് എഴുതി തന്നില്ലായിരുന്നോ? അതിനുള്ള മൂത്രം എന്ത് ചെയ്യേ? 4 ബോട്ടിലുണ്ട്. 4 ബോട്ടിൽ. ഒരു ടാങ്കർ ലോറി വിളിക്കാത്ത എന്ത്? ഒരാഴ്ച സമയം തരണം സിസ്റ്റർ. ഈ ടെസ്റ്റ് എടുക്കാൻ ഇത്ര 4 കുപ്പി മൂത്രമൊന്നും വേണ്ട. ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്ക്, അവർക്ക് ഉപകാരപ്പെടും. പിന്നെ ഇത് ടെസ്റ്റ് അയക്കാൻ വേണ്ടി നിങ്ങൾ ലാബിലോട്ട് പോവല്ലോ, ആ സമയത്ത് ഈ കുറിപ്പൊന്നും അങ്ങനെ കാണിച്ചു തരണേ. അല്ല മോളെ, ഇതില് ICU എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അത് അമ്മച്ചി, ഞങ്ങളത് നേഴ്സുമാരുടെ ഒരു കോഡാണ് ഈ ICU എന്ന് പറഞ്ഞ. അതായത് ICU, ഇതിന് കമ്മീഷൻ ഉണ്ട്. LTP. അതെന്തോ LTP? LTP എന്ന് വെച്ചാ ലോക തേപ്പ് പെണ്ണുമ്പിള്ള. പിന്നെ ഹോസ്പിറ്റൽ ബില്ലും കൂടെ അടയ്ക്കാനുണ്ട്. അതെ, ഹോസ്പിറ്റലിന്റെ ബില്ല് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഹോസ്പിറ്റലുകാരെ അടയ്ക്കണം. അല്ലാണ്ട് ഞങ്ങൾ ഈ പാവങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവരിവിടെ മണ്ട പൊട്ടി കിടന്നില്ലേ, അതിന്റെ ചെലവുള്ള ബില്ലാണ് ഈ ഹോസ്പിറ്റൽ ബില്ല്. പിന്നെ എനിക്കൊരു ഡൗട്ട് ചോദിക്കണമായിരുന്നു. ആരേ മുരളി? ഇവന്റെ ശരിക്കുള്ള പേര് മുരളീന്നാ, വീട്ടിൽ വിളിക്കുന്ന പേര് കൊച്ചുമോൻ. എവന്റെ സ്വഭാവം കണ്ട എവന്റെ പേര് മുരളി എന്നല്ല ഇടേണ്ടത്, എവന്റെ പേരാണ് വിരളി. അതാ 15,000 രൂപയുടെ ബ്ലഡ് എടുത്തതിന്റെ ബില്ലാണ്. 2 കുപ്പി ബ്ലഡിന് 15,000 രൂപയോ? ഇതിലും ഭേദം ഡ്രാക്കുള തന്നെ. എനിക്ക് മോളിലുള്ളവർ പറയുന്ന പോലെ വർക്ക് ചെയ്യാൻ പറ്റത്തു. മോളിൽ ഏതവനെ ഈ തോന്നാസൊക്കെ ഇങ്ങോട്ട് വിളിച്ചറിയണേ? ഇറങ്ങി വേണ. എന്തുവാ ബഹളം? എവിടം വരെ കേൾക്കാം? ഇത്ര പെട്ടെന്ന് വെളിയിൽ നിന്ന് താഴെ ഇറങ്ങി വന്നോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. നട്ടുച്ചക്കാ? അല്ല, രാവിലെ പറയാൻ വെച്ചതാ. അപ്പൊ ഇപ്പൊ പറയേണ്ടത്? രാവിലെ പറയാം. നിന്റെ പെർഫോമൻസ് പൊളിച്ച്. താങ്ക് യു അമ്മ കലക്കി. ഈ ഗുളിക കഴിക്ക്. അല്ല, ഞാൻ നേഴ്സല്ലേ, എനിക്ക് എന്തിനാ ഗുളിക? നിനക്ക് 2 ഗുളികയുണ്ട്. നീ ഭയങ്കര ഓവർ ആക്ടിങ് ആയിരുന്നു കേട്ടോ. ഞാനൊന്ന് റൗണ്ട്സിന് പോയപ്പോഴേക്കും നിങ്ങൾ ഇവിടെ എന്തോന്ന് കാണിച്ചത്?
ഈ 3 എണ്ണവും കൂടെ ചേർന്നിട്ട് സ്കിറ്റ് കളിക്കുന്നു. അതും ആശുപത്രി സ്കിറ്റ്. എന്തുവാ ഡോക്ടർ ഞങ്ങളൊന്നും ചെയ്തില്ല. അതിലാരാ തുണി വിരിച്ചിട്ടേക്കുന്നേ? മാറ്റിയേ മാറ്റിയേ. ഹ, എന്തൊക്കെ കാണുന്ന എന്റെ കണ്ണൊന്ന് തട്ടിക്കഴിഞ്ഞ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു വെക്കുന്നേ? മാനസിക ആരോഗ്യ കേന്ദ്രം കണ്ടല്ല, മനസ്സിലായേ? അമ്മേ മോന് സെല്ലിക്കർ. നീ നഴ്സിന്റെ എല്ലാം അഴിച്ചു വെച്ചത്, നീ സെല്ലിക്കർ അഴിക്കണോ? ഇങ്ങനെയുണ്ടോ പ്രാന്തന്മാര്? ഇതിനെയൊക്കെ ഷോക്ക് അടിപ്പിക്കേണ്ട സമയം കഴിഞ്ഞ്. ഒരു ഡോക്ടറെ ഇപ്പൊ എന്റെ ഒരു വിധിയെ. അടുത്തത് കറക്റ്റ് സ്ഥലത്തെത്തിയ ഡോക്ടർ. ഓ ഡോക്ടറായിരുന്നു. ഡോക്ടർ സുഖമായിട്ടിരിക്കുന്നോ? അസുഖമായിട്ടിരിക്കുന്നു. മരുന്ന് കഴിച്ചായിരുന്നോ രാവിലത്തെ? ഡോക്ടർ ഉച്ചയ്ക്ക് മരുന്ന് കഴിച്ചായിരുന്നോ? കഴിക്കാം. കഴിക്കാം. അതൊക്കെ എപ്പോ കഴിക്കും? പിന്നെ കഴിക്കാം. ഈ കോട്ട് കോട്ട് ഊരിക്കോ കേട്ടോ. എന്നിട്ട് ആ സ്റ്റെതസ്കോപ്പ് എന്റെ തന്നിട്ടെ മര്യാദയ്ക്ക് പോയി ചെല്ലിക്കേറി. സോറിയേ. അതെ ചേച്ചി, ആങ്കറിങ് കഴിയുമ്പോ അങ്ങോട്ട് വന്നേക്കണേ. ചേച്ചി ഇന്ന് ഷോക്ക് അടിപ്പിക്കാനുള്ളയാ.